ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം കൂടിയായപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൃത്യമായ ആസൂത്രണത്തിന് CPM പദ്ധതി. ജയസാധ്യത ഇല്ലാത്ത സിറ്റിംഗ് MLA-മാരെ ടേം നോക്കാതെ മാറ്റാനാണ് പാർട്ടി തീരുമാനം. പുതിയ തീരുമാനപ്രകാരം ആലപ്പുഴ ജില്ലയിൽ 3 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കാത്തതാണ് സൂചന. MLA എന്ന നിലയിൽ മണ്ഡലത്തിലുള്ള സ്വീകാര്യതയും ലോക്സഭാ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരിൽ ചെലുത്തിയ സ്വാധീനവും പാർട്ടിയിലും മുന്നണിയിലുമുള്ള മതിപ്പും വിലയിരുത്തി വിജയസാധ്യതയില്ലാത്ത സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് സംസ്ഥാന തലത്തിൽ CPM കൈക്കൊണ്ടിട്ടുള്ള തീരുമാനം. ഇതിൽ അനുവദനീയമായ ടേം കഴിഞ്ഞിട്ടില്ലെങ്കിലും ജയസാധ്യതയില്ലാത്ത സിറ്റിംഗ് MLA-മാരെ ഒഴിവാക്കാനാണ് സംസ്ഥാന തലത്തിൽ CPM തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ ജില്ലയിൽ 3 സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ് ലഭിക്കില്ലെന്നാണ് സൂചന. ജാതി മത സമവാക്യങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ ഒഴിവാക്കുന്നവരെക്കാൾ മികച്ച സ്ഥാനാർത്ഥിയെ അതേ വിഭാഗത്തിൽ നിന്ന് കണ്ടെത്താനാകണമെന്നും നിർദ്ദേശമുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഏറ്റവും തിരിച്ചടി നേരിട്ടത് അരൂർ, അമ്പലപ്പുഴ, കുട്ടനാട്, കായംകുളം, ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലാണ്. ജില്ലയിലെ 6 നഗരസഭകളിൽ 5ഇടത്തും UDF വന്നപ്പോൾ മന്ത്രി സജി ചെറിയാന്റെ മണ്ഡലമായ ചെങ്ങന്നൂരിലടക്കം CPM 3-ാം സ്ഥാനത്തായിരുന്നു. എന്നാൽ സജി ചെറിയാന് ചെങ്ങന്നൂരിൽ പാർട്ടി വിജയസാധ്യതയുള്ളതായി വിലയിരുത്തുമ്പോൾ അമ്പലപ്പുഴ, അരൂർ, കായംകുളം മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥി ഉണ്ടാകണമെന്ന ചിന്തയാണ് ജില്ലയിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കുള്ളത്. കുട്ടനാട്ടിൽ തോമസ് കെ തോമസ് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നും CPM വിലയിരുത്തുന്നു. ഒരു ഘട്ടത്തിൽ കുട്ടനാട് CPM ഏറ്റെടുക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നത് ഇപ്പോൾ പുനഃപരിശോധിക്കണമെന്ന നിലപാടിലാണ് CPM. അതേസമയം കുട്ടനാട്ടിൽ CPM-ഉം CPI-യുമായി നിലനിൽക്കുന്ന തർക്കം വലിയ പ്രശ്നമായി തന്നെ പാർട്ടി വിലയിരുത്തുന്നു. ഇതേ സാഹചര്യത്തിൽ തോമസ് കെ തോമസുമായി പാർട്ടി സംസ്ഥാന നേതൃത്വം ചർച്ച നടത്താനും തീരുമാനമായിട്ടുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.